കമലനേത്രന്റെ നിറമേറും മഞ്ഞസ്തുതി ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുകി ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. സന്ദേശം നമ്മുടെ ശരത്മാനം വിഷുവിനെ കുറിച്ചല്ലേ അറിയണ്ടേ? മറന്നുപോയല്ലോ. ഇപ്പൊ തന്നെ ആണല്ലേ ഈ കണികാടുന്നേരം ആദ്യം പാട്ടായിരുന്നു അല്ലേ? അപ്പൊ അതൊക്കെ മറന്നുപോയി തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു വിഷു സന്ദേശം എന്താന്നുള്ളത് ശരത്മാനം പറഞ്ഞു തരും. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഇവിടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷു സന്ദേശം പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറിൻ്റെ ജന്മദിനമാണ്. 1891 അദ്ദേഹം ജനിച്ചത്. 32ഓളം ഡിഗ്രികൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയതിൽ പ്രമുഖ പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. മരണാനന്ത ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് 1990 അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ചത്. 1956 ഡിസംബർ 6 അദ്ദേഹം മരണപ്പെടുന്നത്, തൻ്റെ 65ാമത്തെ വയസ്സിൽ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള ഇന്ന് ദേശീയമായിട്ടുള്ള അവധിയാണ് ഇന്ന്. അപ്പോൾ ആ ഒരു ജന്മദിനത്തിൻ്റെതായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന് കൂടി നമ്മൾ സ്മരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി വിഷു സന്ദേശത്തിലേക്ക് കിടക്കാം. വിഷു എന്ന് പറയുന്നത് ഒരു ഉത്സവം എന്നതിലുപരി കാർഷിക അഭിവൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. മേടമാസത്തിലെ പകുതിയോട് കൂടിയിട്ടാണ് വിഷു ഉത്സവമായിട്ട് വരുന്നത്. വിഷുവിൻ്റെ ഐതിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ഐതിഹ്യങ്ങളാണ് ഹിന്ദു പുരാണ പ്രകാരം പറയുന്നത്. ഒന്ന്, ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമയോട് കൂടിയിട്ട് നരകാസുരനെ വധിച്ച ദിവസമാണ് ഇന്ന് എന്നും കണക്കാക്കുന്നു. അതുകൂടാതെ രാവണ വിഗ്രഹം നടന്നൊരു ദിവസമാണ് ഇന്ന്. അതായത് രാവണൻ ജീവിച്ചിരുന്ന സമയത്ത് സൂര്യനെ നേർരേഖയിൽ ഉദിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഐതിഹ്യത്തിൽ. അപ്പം അങ്ങനെ രാവണ നിഗ്രഹത്തോടെ സൂര്യൻ മോചിതനാവുകയും മേടരാശിയിൽ ഉദിച്ചു വരികയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷു ദിനത്തിൽ കണിക്കൊന്നയുടെ മഞ്ഞപ്പിൻ്റെ ഐശ്വര്യവും അതുപോലെ തന്നെ കണി കാണുന്ന നമ്മുടെ വെള്ളരിയുടെ തണുപ്പും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.